പൃഥ്വിരാജേ, എന്തോ കളിച്ചേട്ടാ ഇതും പറ സുഖമല്ലേ? എന്താണ് വിശേഷം കേക്കട്ടെ? താങ്കൾക്ക് പറ്റിയൊരു കഥ ഞാൻ പറഞ്ഞിട്ടെ. പറയൂ. നല്ല കഥയാണെങ്കിൽ നമുക്കൊരു പുസ്തകം എഴുതാം. പൃഥ്വിരാജിനെ പോലെ സെലിബ്രിറ്റികളൊക്കെ നമ്മുടെ ഈ വളിപ്പ് കഥ കേൾക്കാൻ അവർക്ക് നേരമുണ്ടാ? നിങ്ങൾ പറ, ഞാൻ കേൾക്കാം. കേക്കട്ടെ. താങ്കൾക്കൊരു ദേശസ്നേഹിയാണ് എന്ന് അറിയിക്കാൻ പറ്റുന്ന ഒരു കഥയാണ് കേട്ടോ. അപ്പൊ താങ്കൾക്കൊരു ചെറിയ അടിയും ഡാമേജ് ഒക്കെ വന്നതല്ലേ, ഒരു ആന്റി നാഷണൽ ആയിട്ടൊക്കെ താങ്കളെ പ്രഖ്യാപിച്ചൊരു സമയമാണല്ലോ. ആര് പ്രഖ്യാപിച്ചു? ഷെടാ, ഞങ്ങൾ മലയാളികളെ സംഭവം അറിഞ്ഞില്ലല്ലോ. നമ്മൾക്ക് എന്നും പത്രം വായിക്കുന്നവരാ. 2025 പറഞ്ഞിട്ട് 5 സംഘികളെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാനിൽ ഉയർത്തിക്കൊടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നു. അതിലൊന്നും മലയാളിയായ കൊച്ചിക്കാരനാ. പക്ഷേ പൃഥ്വിരാജ് അങ്ങനെ രാജ്യത്തിന്റെ രഹസ്യം ഒറ്റിക്കൊടുക്കുകയോ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടൊന്നും നമ്മൾ വാർത്തയിലൊന്നും വായിച്ചില്ല. പിന്നെ അങ്ങനെ ഇത് അദ്ദേഹം രാജ്യവിരുദ്ധനായി? താങ്കൾക്ക് ഒരു ദേശസ്നേഹിയാവാനുള്ള ഒരു സാധനം ഉണ്ട്, പറഞ്ഞിട്ടെ ചെയ്യോ? കൊള്ളാം. പൃഥ്വിരാജിന് ദേശസ്നേഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന ആരെന്നറിയാവോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് യുവാക്കളെ നിങ്ങളുടെ ഊർജ്ജം കളയരുതെന്ന് പറഞ്ഞ സാക്ഷാൽ VD സവർക്കറെ നേതാവായി കൊണ്ടു നടക്കുന്ന ആള്, സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുമില്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാള്. എന്തിനേറെ ഇന്ന് എല്ലാവരും ഞെളിഞ്ഞിരിക്കുന്ന കസേരക്ക് വേണ്ടി, ആ കസേര ലഭിക്കണമെങ്കിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവൻ പ്രവർത്തിച്ച പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആള് പൃഥ്വിരാജിന് ദേശസ്നേഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കും. ഒരേ തിരിപ്പിക്കാതെ നല്ലൊരു കഥ ഞാൻ തരാം. വേണേ പ്രൊഡ്യൂസറെ ഞാൻ തരാം. ഒരു 50 CR വരെ പ്രൊഡ്യൂസറെ ഞാൻ തരാം. 50 CR ഒരു പ്രൊഡ്യൂസറെ നിങ്ങൾ തരും? നിങ്ങളുടെ ഉദ്ദേശ പ്രൊഡ്യൂസർ സാക്ഷാൽ രാമസ്മഹനല്ലേ? മറ്റേ പുയ മുതൽ പുയ വരെ എല്ലാം കൂടെ 10 സെന്റ് കിട്ടിയായിരുന്നാ അത് എഴുതിയിട്ട് ചെയ്യാം. എന്തായാലും താങ്കൾക്ക് ഒരു ദേശസ്നേഹി ആവാനുള്ള ഒരു അവസരമാണ്. പ്രിയപ്പെട്ട പൃഥ്വിരാജ് വേഗം ഏറ്റെടുത്തു. ഒരു ദേശസ്നേഹിയാകാനുള്ള വലിയൊരു ചാൻസാണ്. ഇനിയൊരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങൾ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങളൊന്നും ഒറ്റിക്കൊടുത്തിട്ടില്ലെങ്കിലും, നിങ്ങളൊരു തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും, നിങ്ങൾ ഇതുവരെ ദേശസ്നേഹിയായിട്ടില്ല. നിങ്ങൾക്ക് ദേശസ്നേഹിയാകാനുള്ള ഏറ്റവും വലിയ ചാൻസ് ഇത് നിങ്ങൾക്ക് ഇപ്പൊ തരികയാണ്. ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഈ കൂട്ടരാ. വേണമെങ്കിൽ മേടിച്ചു വെച്ചോ. ഇത് നിങ്ങൾ ഡയറക്ട് ചെയ്താൽ നിങ്ങൾക്ക് ദേശസ്നേഹിയാകാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ജന്മ ദേശസ്നേഹിയേ ആകത്തില്ല. താങ്കൾ അത് സ്വീകരിക്കുമെങ്കിൽ ഞാൻ തരാം. വേറൊന്നുമല്ല, നിസ്സാര കാര്യമാണ്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ കേരളത്തിലെ പെരുമ്പാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടല്ലോ, ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് അടിച്ചുകൊണ്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനമാണ്. അതിനെ ഒന്ന് സൂം ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിലോട്ടൊന്ന് ഇറങ്ങി ചെന്നിട്ട് നമുക്കൊരു പിടിപിടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാജ്യസ്നേഹി താങ്കളായിട്ട് മാറും. പ്രിയപ്പെട്ട കളിച്ചേട്ടാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചേട്ടനോട് സസ്നേഹ ഒരു കാര്യം പറയട്ടെ. നമുക്കൊരു മണ്ടത്തരം തലയിൽ ചുമന്നു നടക്കാം. പക്ഷെ അത് ജനങ്ങളോട് പങ്കുവെക്കുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ബുദ്ധിയുള്ളവനോട് ഒന്ന് ആലോചിക്കുന്ന ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വലിയ കുഴിച്ച് നമ്മൾ വീഴും. ചേട്ടൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം ചേട്ടൻ മനസ്സിലാവുന്നുണ്ടോ? ചേട്ടൻ ഈ പറഞ്ഞ വിഷയം ഗൗരവമാണ്. ശരിയാണ്, ഗൗരവമുള്ള വിഷയം അല്ലെ? നമ്മുടെ നാട്ടിലേക്ക് വൈദേശികരായ ആളുകൾ നുഴഞ്ഞു കയറുന്നു, പാസ്പോർട്ട് ഉണ്ടാക്കുന്നു, ID കാർഡ് ഉണ്ടാക്കുന്നു, ഒക്കെ ശരി തന്നെ, ശരിയാണല്ലോ. ഓക്കെ. സത്യത്തിൽ പൃഥ്വിരാജ് ഈ വിഷയത്തിൽ ഒരു സിനിമ ചെയ്തെങ്കിൽ മാത്രമേ ഈ നാട്ടിലുള്ള ജനങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ സേനയും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ബോധവാന്മാരാകുള്ളൂ. അപ്പം ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടുത്തെ ഭരണകൂടം കഴിവുകെട്ടവരാണെന്നല്ലേ എന്റെ അർത്ഥം? നമ്മുടെ രാജ്യത്ത് മറ്റുള്ള ആളുകൾ നുഴഞ്ഞു കയറുന്നു, അവർ ID കാർഡ് ഉണ്ടാക്കുന്നു പറഞ്ഞാൽ സത്യത്തിൽ ആരാണ് കഴിവുകെട്ടവർ? നമ്മുടെ ഈ രാജ്യത്ത് 2025 തുടങ്ങിയപ്പോൾ 5 പേരെ ദേശവിരുദ്ധരായ ആളുകൾ, 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ 5 പേരും സാധാരണക്കാരായ ആളുകളല്ല, ഈ ഭരണകൂട സംവിധാനത്തിന്റെ കീഴിൽ ജോലി ചെയ്ത ആളുകളാണ്. എന്തിനേറെ ആയുധ ഫാക്ടറികൾ ഉൾപ്പെടെ ജോലി ചെയ്ത ആളുകൾ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്തു. അതിലൊന്നും മലയാളിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കാര്യമൊന്നുമില്ല. അതിൽ പിടിക്കപ്പെട്ട ഒരാൾ പോലും മുസ്ലിമും അല്ല, ഒരാൾ പൃഥ്വിരാജും അല്ല, പൃഥ്വിരാജിന്റെ കുടുംബത്തിൽപ്പെട്ടവരുമല്ല. ഇനിയിപ്പോ അയാൾ ദേശസ്നേഹി ആകണമെങ്കിൽ എന്ത് വേണം? ഈ ഭരണകൂടത്തിന്റെ കഴിവുകേട് എന്ന വിഷയത്തിൽ ഒരു സ്ക്രിപ്റ്റ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ പോലീസ് സംവിധാനം എന്തിനാണ്? അവരല്ലേ ഈ വിഷയത്തിൽ ബോധേടാകേണ്ടതും കൃത്യമായി ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ മേലിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടിയെടുക്കേണ്ടത്? എന്തിനേറെ നമ്മുടെ എത്ര സൈനികർ പട്ടാൻകോട്ടിൽ കൊല്ലപ്പെട്ടില്ലേ? ആ വിഷയം ഇപ്പോഴും ദുരൂഹമല്ലേ? നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമാണെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുക? എന്നിട്ട് പറയാണ് ഈ വിഷയത്തിൽ പൃഥ്വിരാജ് ഒരു പീഡിച്ച് ചെയ്യണം. അത് പൃഥ്വിരാജ് ദേശസ്നേഹിയാകാൻ വേണ്ടിയാണ്. ഈ മണ്ടത്തരമൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നല്ലൊരു തീമാക്കി ഞാൻ കൈ തരാം. ഞാൻ തന്നെ തരാം. താങ്കൾ അതൊരു എന്താ പറയുക, ഒരു സംവിധാനം ചെയ്തിട്ട് പുറത്തോട്ട് ഇറക്കിയാൽ മതി. വിജയിപ്പിക്കണ കാര്യം ഞങ്ങളേറ്റു. ഒരു 10-40 ലക്ഷം പേര് ഞങ്ങളുണ്ട്, ഞങ്ങൾ കയറിക്കൊള്ളാം. വേണമെങ്കിൽ 2 ഷോ വെച്ച് ഞങ്ങൾ കണ്ടോളാം. എന്റെ പൊന്നുപ്രത്തി, ഒട്ടും സമയം വേഗം ചെയ്തോ. 40 ലക്ഷം ആളുകൾ തിയേറ്ററിൽ കൊണ്ടിരുത്താൻ കാളിച്ചേട്ടൻ ഏറ്റത്. കോടി രൂപ, എത്ര കോടി രൂപ കിട്ടും? ഒരു പരസ്യം പോലും ഇല്ലാതെ ഇവര് കൊണ്ടിരുത്തും പറഞ്ഞാൽ ഇരുത്തും. അതറിയത്തില്ലേ? 1921 ബേസ് ചെയ്തിട്ട് രാമസിംഹൻ പുയ മുതൽ പുയ വരെ ഇറക്കിയായിരുന്നു. ഇത് 40 ലക്ഷം പേര് ഒന്നിച്ച് കയറിയപ്പം എല്ലാം കൂടെ 5 ലക്ഷം രൂപ കിട്ടിയാണ് ആവശ്യം രാമസിംഹത്തിന്. അതോടുകൂടി പണ്ടാരം പിടിക്കാൻ ആ പണി നിർത്തി. ഇവരെല്ലാം ഈ 40 ലക്ഷം പേര് ഒന്നിച്ച് ബഹിഷ്കരിച്ചാണ് പടാൻ. അറിയാമല്ലോ, ദീപിക പട്കോണ്ടെ അണ്ടർ ഗാർമെന്റ് ചെറിയൊരു കളർ കണ്ടേ ഉള്ളൂ. അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് റിജക്ഷൻ. എന്ത് സംഭവിച്ചു? കോടി രൂപയാണ് ലാഭം കിട്ടിയത്. ഇവര് ബഹിഷ്കരിച്ചാലും ഇവർ സ്വീകരിച്ചാലും ഒക്കെ ഇന്ത്യക്കാർക്ക് മണ്ണാങ്കട്ടയാണ്.